ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ട്വിൻ ടോക്സ്. അപ്പൊ നമ്മൾ ഒരുപാട് പ്രതീക്ഷയോട് കാത്തിരുന്ന ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ഇന്നലെ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്ത്യക്ക് ഗംഭീര വിജയം ഇന്ത്യ കൈവരിച്ചിരിക്കുകയാണ്. വിജയം കൈവരിച്ചതിനേക്കാളും ഉപരി ഏറ്റവും കൂടുതൽ സന്തോഷം വന്നത് ഇങ്ങനെ ഗാലറിയിലോട്ട് നോക്കി നിരാശയോടൊരു നടത്തം ഉണ്ടായിരുന്നു പാകിസ്ഥാൻകാരുടെ. അത് കണ്ടപ്പോൾ ഉള്ള ഒരു സന്തോഷം. ഇപ്പൊ വരും ഇന്ത്യക്കാര് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുമെന്നും കരുതി നോക്കി ഇരട്ടി തോൽവി. ഡോർ അടച്ചു നോക്കി, ഇങ്ങോട്ട് നോക്കിയപ്പോ ഡോർ അടച്ചു പൊക്കോന്ന് പറഞ്ഞു. മത്സരത്തെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ വളരെ മികച്ചൊരു പ്രകടനമാണ് കാഴ്ചവെച്ചത്. മികച്ചൊരു തുടക്കം. അതെ, കാരണം ബോളിംഗ് തന്നെ സെക്കൻഡ് ബോളിൽ തന്നെ, സെക്കൻഡ് ബോളിലെ ഫസ്റ്റ് ബോൾ തന്നെ, ഫസ്റ്റ് വൈഡ് കഴിഞ്ഞ അടുത്ത ബോൾ തന്നെ വിക്കറ്റ് ഇട്ടു. അപ്പം 127 റൺസ് ആയിരുന്നു ഇന്ത്യക്ക് ചേസ് ചെയ്യേണ്ടിട്ടുണ്ടായിരുന്നത്. ബോളർമാരിൽ കുൽദീപും എല്ലാവരും മികച്ച രീതിയിൽ ബോൾ ചെയ്തു. എറിഞ്ഞവരെല്ലാവരും ഹാർദിക് പാണ്ഡ്യക്ക് കുറച്ച് റൺസ് പോയതേ ഉള്ളൂ. ഷഹീൻ അഫ്രീദി വന്നിട്ട് 2 അടി അടിച്ചപ്പോ ഇച്ചിരി വിഷമം തോന്നി. അത്രേ ഉള്ളൂ. കാരണം 100 താഴെ പോകേണ്ട സ്കോർ ആയിരുന്നു. അതെ, പാകിസ്ഥാൻ ആ ഒരു പഴയ ഒരു ഇന്ത്യക്കെതിരെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ടീം ഇല്ല. അതായത് ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷേ ഇപ്പൊ ഇല്ല. നമ്മളൊരു ബാബർ അസം ഒക്കെ ഉള്ള ഒരു സമയത്ത് ഒരു ടീമുണ്ട്. 2013 ഒരു ടീം ഇന്ത്യയിൽ വന്ന് കളിച്ചായിരുന്നു. അതല്ല നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നോക്കുന്നില്ല. ബാബർ അസം ഒക്കെ വന്ന് കളിച്ച ആ ഒരു ടീം ഇപ്പൊ മറ്റേ ഇന്ത്യയെ 2020 വേൾഡ് കപ്പിൽ പാകിസ്ഥാൻ തോപ്പിച്ചൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു ടീം ഇല്ല പാകിസ്ഥാന്റെ ബാറ്റിങ്ങിൽ. പേടിച്ച് കളിക്കുന്ന പോലൊക്കെ തോന്നി ആ ഓപ്പണറായിട്ട് ഇറങ്ങിയ ആൾക്ക്. അപ്പൊ ബുംറയ്ക്ക് 2 സിക്സ് അടിച്ചില്ല. അതൊക്കെ ഒരു സിക്സ് അടിച്ചതൊക്കെ നല്ല ഇതാന്ന് പറയുന്നത് എന്തോ ഒരു ഭയത്തോടെ കളിക്കുന്ന പോലെയാണ് തോന്നിയത്. പേടിക്കണം. എന്തായാലും ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കാതിരുന്നത് എന്തുകൊണ്ടും സൂര്യകുമാർ യാദവ് എന്ന ക്യാപ്റ്റനോട് റെസ്പെക്ട് തോന്നിയ നിമിഷം. ചിലർക്ക് ചിലപ്പോൾ ഇന്ത്യയോടും ഈ വീഡിയോ എടുക്കുന്ന ഞങ്ങളോടും ഒരു എതിർപ്പുണ്ടായിരിക്കും. ഇത് ഗെയിംസ് ആണ്, സ്പോർട്സ്മാൻ സ്പിരിറ്റ് വേണം എന്നുള്ള രീതിയിൽ. പക്ഷെ അത് ഒരിക്കലും അംഗീകരിക്കാൻ കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ അദ്ദേഹം കളി കഴിഞ്ഞതിന് ശേഷം പറഞ്ഞിട്ടുണ്ട് ഇത് ഡെഡിക്കേറ്റ് ചെയ്ത് പഹൽഗാമില് ഉണ്ടായ അതിനകത്ത് നമ്മൾ മതമോ രാഷ്ട്രീയമോ ഒന്നും കലർത്തുകയല്ല. നമ്മൾക്ക് രാജ്യമാണ് പ്രധാനം. നമുക്ക് രാജ്യമാണ് പ്രധാനം. അപ്പൊ എന്തായാലും ഇന്ത്യയുടെ വിജയത്തില് വളരെയധികം സന്തോഷം. കാരണം എല്ലാവരും നല്ല രീതി, ബോളർമാരാണെങ്കിലും ബാറ്റ്സ്മാൻമാരാണെങ്കിലും. ഇപ്പൊ ഓപ്പണിംഗ് നല്ലൊരു തുടക്കം കൊടുത്തു. പിന്നെ ശുഭ്മാൻ ഗില്ലിന്റെ കാര്യം നമ്മൾ ഓൾറെഡി ഇത് തുടങ്ങുന്നതിന് മുമ്പേ പറഞ്ഞതാണ്. ഓപ്പണിംഗ് സ്ലോട്ടില് നമ്മൾ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നു, ശുഭ്മാൻ ഗില്ലിന്റെ പ്രകടനം നമ്മൾ കാണേണ്ടത് പാകിസ്ഥാനെതിരെയാണ്. ഒരു വാക്ക് നമ്മൾ പറഞ്ഞിരുന്നു. ആ വീഡിയോ ചാനലിൽ കിടപ്പുണ്ട്. കാരണം പാകിസ്ഥാനെതിരെ അദ്ദേഹം എന്ത് ചെയ്യുന്നു എന്നുള്ളത്, ബാക്കിയെല്ലാം ദുർബലമായിട്ടുള്ള ടീമുകളാണ്. പാകിസ്ഥാന്റെ ബോളിംഗ് നല്ലതാണ്. പാകിസ്ഥാന്റെ ബോളിംഗ് മോശമെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പം എന്താ പറയുന്നത്, സാംസൺ തന്നെയായിരുന്നു ബെറ്റർ ഓപ്ഷൻ. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് വളരെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു സാംസൺ ഇറങ്ങി കളിക്കും. കാരണം മലയാളി എന്നുള്ള രീതിയിലും ഒന്ന് ഇറങ്ങി നിക്കെങ്കിലും ഒരു ട്രൈ ചെയ്തത് ലെഫ്റ്റ് റൈറ്റ് കോമ്പിനേഷൻ ആണ്. അങ്ങനെ ട്രൈ ചെയ്തത്. എന്നാലും കുഴപ്പമില്ല, ചെറിയ സ്കോർ ഇല്ലായിരുന്നു. ഏതാ ലാസ്റ്റ് അടിക്കാൻ വേണ്ടി സഞ്ജു പാകിസ്ഥാനെതിരെ ഇതിലായിട്ട് ഇന്റർനാഷണൽ മാച്ച് കളിച്ചിട്ടില്ല. അപ്പൊ അതൊന്ന് കളിക്കണമെന്നുള്ള നമ്മുടെ ഷഹീൻ അഫ്രീദിക്ക് 6 ഒക്കെ അടിക്കണമെന്ന് നമ്മുടെ ഒരു ആഗ്രഹമായിരുന്നു. എന്തായാലും വളരെയധികം മനസ്സ് നിറഞ്ഞ കാഴ്ചകൾ. ഇന്ത്യയുടെ വിജയം, പാകിസ്ഥാന്റെ കരച്ചില്, കിട്ടിയില്ല. എന്താ പാകിസ്ഥാൻകാർക്ക് ഇന്നലെ ഉറക്കമില്ലാത്ത രാത്രികളായിരുന്നു. ഇന്നലെ ടിവികൾ തല്ലി പൊട്ടിച്ചു. അല്ല, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഉറക്കമില്ലാത്ത രാത്രികളാണ്. എന്തായാലും ശരിക്കും പറഞ്ഞാൽ ഇന്നലത്തെ ഈ പ്രകടനവും ഇന്നലത്തെ എല്ലാം പഹൽഗാമിലെ ആ ഒരു ഇൻസിഡന്റിലുണ്ടായ അവരുടെ കുടുംബത്തിനും എല്ലാവർക്കും അത് വളരെയധികം ഇതാകും. കാരണം അവരെ പാകിസ്ഥാനെ ഏത് രീതിയിൽ തോപ്പിച്ചാലും അതിനെ നമുക്ക് രാജ്യത്തുള്ളവർക്ക് അഭിമാനം തന്നെയെന്ന് മാത്രമല്ല അതൊരു കരുത്താണ്. എന്നാലും ഏഷ്യ കപ്പിന്റെ ബാക്കി വീഡിയോസ് ഒക്കെ നമ്മൾ ചാനലിൽ വരും. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ഗുഡ് ബൈ.